നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നമുക്ക് ഗുരുവായൂരിലെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിർച്വൽ ക്യൂ സംവിധാനത്തെക്കുറിച്ച് പറയാം കേട്ടോ. ഗുരുവായൂരിൽ എല്ലാവർക്കും അറിയാം, തിരക്ക് ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിലെ തിരക്കിനെ നമുക്ക് രണ്ട് കാലഘട്ടമായിട്ട് തിരിക്കാം. ഒന്ന് കൊറോണയ്ക്ക് മുൻപുള്ള ഒരു കാലഘട്ടം, പിന്നെ ഒന്ന് കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു സമയം. അപ്പോൾ മുൻപ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിശേഷ ദിവസങ്ങളൊക്കെ വരുമല്ലോ, അഷ്ടമി, രോഹിണി, ഉത്സവം, ഏകാദശി, ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ക്രമാതീതമായിട്ടൊരു തിരക്കുണ്ടായിരിക്കുക. അല്ലെങ്കിൽ പിന്നെ 30 വ്യാഴാഴ്ച, 1-ാം തീയതി, അങ്ങനെയുള്ള ദിവസങ്ങളിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കുണ്ടാവാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ താരതമ്യേന അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു സാധാരണ ദിവസം തന്നെയായിരിക്കും. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ഗുരുവായൂരുള്ള തിരക്ക് അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് പറ്റാത്ത സ്ഥിതിയാണ്. വിശേഷ ദിവസങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള തിരക്കാണ് ഉണ്ടായിരിക്കുക. അതല്ലാതെ സാധാരണ ദിവസങ്ങളിൽ പോലും നമുക്ക് തിരക്ക് എങ്ങനെയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ക്യൂ സംവിധാനത്തിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗുരുവായൂർ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഗുരുവായൂർ ഭക്തർ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചില സംവിധാനങ്ങൾ, ഇപ്പോൾ ക്യൂ കോംപ്ലക്സ് പോലെയുള്ള സംവിധാനങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും കൂടിയിട്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് ഗുരുവായൂർ ദേവസ്വം അതിനുള്ള പ്രയത്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അവരുടെ ആ ഒരു ദർശനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് വിർച്വൽ ക്യൂ സംവിധാനം നിലവിൽ വരുത്തിയിരിക്കുന്നത് കേട്ടോ. കൊറോണ സമയത്ത് ഉണ്ടായിരുന്നു, അത് പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇതിലൂടെ വന്നിട്ടുള്ള ഒരു ഉപകാരം, ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിലെ ഭഗവാനെ ദർശിച്ച് തൊഴുത് ഇറങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി മുതലാണ് തുടങ്ങിയത്. ആഴ്ചയിൽ 2 ദിവസമാണ്, ചൊവ്വയും വ്യാഴായിട്ട്. ഈ 2 ദിവസങ്ങളിലെ തൊഴുതവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പലരും തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മനസ്സ് നിറഞ്ഞിട്ടാണ് തൊഴുത്, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നല്ല അഭിപ്രായം പറഞ്ഞത്. അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ സക്സസ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങിയതെങ്കിലും വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിർച്വൽ ക്യൂ സംവിധാനം. കാരണം സമയം കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് അരമണിക്കൂർ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, കൃത്യസമയത്ത് അകത്തേക്ക് കയറുക, ഒരു 15-20 മിനിറ്റിനുള്ളിൽ തൊഴുതിറങ്ങാം. ഇത്ര സുഖമായിട്ടുള്ള കാര്യമാണല്ലേ. അതുകൊണ്ടാണ് അത് വിജയമായത്. അപ്പം അത്രയും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന വിർച്വൽ ക്യൂ സംവിധാനമാണ് ഗുരുവായൂർ ദേവസ്വം നടപ്പിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് വിർച്വൽ ക്യൂ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊന്ന് പറയാം കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ദർശൻ എന്നുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ 2 തരത്തിലുള്ള ദർശനമാണുള്ളത്. ഒന്ന് ഗീലാമ്പ് ദർശനമുണ്ട്, അതായത് നമ്മൾ 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടുള്ള ദർശനമാണ് ആദ്യം കാണുക. അതിൻ്റെ ചുവടെയായിട്ട് ഫ്രീ ദർശൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കാണാം, ഇവിടേക്ക് വരുന്ന സമയത്ത്, ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരുന്ന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വലത്തേ ഭാഗത്ത് നിങ്ങൾക്ക് അതിനൊക്കെ കാണുന്നുണ്ടായിരിക്കും, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു ആയിട്ടുള്ളവർക്കാണ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഡ്രസ് കോഡ്, അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പറയുന്നുണ്ട് കേട്ടോ. ധോത്തി ആൻഡ് അംഗവസ്ത്രം എന്ന് പറയുന്നുണ്ട്, അത് മെയിൽ ഡിവോട്ടീസിനാണ്. പിന്നെ സാരി അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ ഹാഫ് സാരിയാണ് ഫീമെയിൽ ഡിവോട്ടീസിന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. വെയറിംഗ് വെസ്റ്റേൺ വെയർ, ഷോർട്ട്സ്, ചുരിദാർ വിത്തൗട്ട് ദുപ്പട്ട ആൻഡ് സ്ലീവ്ലെസ് വിൽ നോട്ട് അലൗഡ് ടു എൻറ്റർ ദ ടെമ്പിൾ പ്രിമൈസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ചെരുപ്പ്, ഷൂസ് ഒന്നും ഇടാതെ വേണം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ക്യൂവിലേക്ക് കയറുമ്പോഴും ഇതൊക്കെ പാലിക്കേണ്ടതാണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു സെഷൻ നമുക്ക് തുറന്നു വരിക. അപ്പോൾ അതിൽ ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ദിവസത്തിലാണ് നമ്മൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓഗസ്റ്റിൽ ബുക്കിംഗ് അവസാനിച്ചു, സെപ്റ്റംബറിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അത് വരുന്ന സമയത്ത് എല്ലാവരും അറിയിക്കാം. അപ്പോൾ ഏത് ഡേറ്റിലാണോ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഡേറ്റ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ടൈം സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് രാവിലെ 7 മണി മുതൽ ഓരോ മണിക്കൂറിലും ദർശനമുണ്ട് കേട്ടോ. 7, 8, 9, 10, പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും, പിന്നെ വൈകിട്ട് 4 മണിക്കും 5 മണിക്കാണുള്ളത്. അപ്പോൾ ഈ സമയങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഏത് സമയമാണ് നമുക്ക് വരാനായിട്ട് സൗകര്യം അത് തിരഞ്ഞെടുക്കുക. പിന്നെ വരുന്നവരുടെ പേരും ഡീറ്റെയിൽസും. അപ്പോൾ ആദ്യം ഒരാളുടെ പേര് കൊടുത്തു, അവരുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയൽ രേഖകളുണ്ടല്ലോ. ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കൊടുക്കുക.
പിന്നെ ഒരാളുടെ അണ്ടറിൽ അതായത് 6 പേർക്ക് ഒരു സ്ലോട്ടിൽ ദർശനം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 6 പേരുടെയും ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. അത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരുന്ന സമയത്ത് നമ്മൾ ഏത് ഡീറ്റെയിൽസ് വെച്ചിട്ടാണോ ബുക്ക് ചെയ്തിരിക്കണേ അതേ ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുവരാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബുക്കിംഗ് ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്ലിപ്പ് വരും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് കയ്യിൽ കരുതണം. അപ്പോൾ ഇത്രയാണ് ബുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ ആയിട്ടുള്ളത്. ഈ ഒരു സ്ലിപ്പായിട്ടാണ് നമ്മൾ തൊഴാനായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് തൊഴാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 12:30 ആയിട്ട് എത്തിയിരിക്കണം. ആ ഒരു ക്യൂവിൻ്റെ അടുത്തേക്ക് 12:30 ആയിട്ട് എത്തിയിരിക്കണം കേട്ടോ. ഇനി വിർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുള്ളവരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു സ്ലിപ്പ് കൊണ്ടുവരണം, ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിഴക്കേ നടയിൽ നമ്മൾ ഭഗവതിക്കിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ക്യൂ കോംപ്ലക്സിന്റെ കിഴക്കേ നടയിലുള്ള ക്യൂ കോംപ്ലക്സിന്റെ വടക്കേ അറ്റത്തുള്ള ക്യൂ ആണ് ഈ വിർച്വൽ ക്യൂ ദർശനത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ 12:30 എത്തുമ്പോൾ തന്നെ അത് ആദ്യം വന്നവർ നിൽക്കുന്നുണ്ടായിരിക്കും. അവരെ കയറ്റി വിടുന്ന സമയത്ത് ഇവരുടേത് 1 മണിക്ക് കയറേണ്ടവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു സ്ലിപ്പ് വെച്ചിട്ട് നമ്മുടെ തിരിച്ചറിയൽ രേഖ വെച്ചിട്ട് ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ക്യൂവിലേക്ക് കയറാനായിട്ട് സാധിക്കുക. ആ ക്യൂവിലും ഒരു ചെക്കിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. അവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടുള്ള ചെക്കിംഗ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സ്ലിപ്പ് അവരുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ടാണ് നമുക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ക്യൂ നിറയുന്ന സമയത്ത് 1 മണി ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ 1 മണിയുടെ ദർശനത്തിനാണ് ബുക്ക് ചെയ്തെങ്കിൽ, അതാണ് ഉദാഹരണമായിട്ട് പറയണത്, 1 മണി ആയി കഴിഞ്ഞാൽ 1:05 ആകുമ്പോഴേക്കും അകത്തേക്കുള്ള ആ ഒരു അതായത് ക്യൂ കടത്തി വിടാനായിട്ട് തുടങ്ങും. അത് നേരെ ഭഗവാന്റെ അടുത്താണ് പോയി എത്തുക. അപ്പോൾ ഈ 1 മണിക്ക് തൊഴാനായിട്ട് കയറി കഴിഞ്ഞാൽ ഒരു 1:20 ആകുമ്പോഴേക്കും തൊഴുത് ഇറങ്ങി എന്നാണ് തൊഴുതവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ സമയം ഒന്ന് നോക്കൂ. നമ്മൾ 12:30 റിപ്പോർട്ട് ചെയ്തു, 1:30 ആകുമ്പോഴേക്കും 1:20 ആകുമ്പോഴേക്കും തൊഴുതിറങ്ങാനായിട്ട് സാധിച്ചു. അത്രയും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തൊഴുതിറങ്ങാനുള്ള സംവിധാനമാണ് ഈ വിർച്വൽ ക്യൂ സംവിധാനം. അപ്പോൾ വിർച്വൽ ക്യൂവിനെ പറ്റിയിട്ടും ഒപ്പം തന്നെ എങ്ങനെയാണ് വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചും, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയറിനെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടോ, വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനോടൊപ്പം ചില ഭക്തർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം കൂടെ, അതിനുള്ള മറുപടിയും കൂടെ പറയാം കേട്ടോ നമുക്ക്. അതായത് ചിലരൊക്കെ വിചാരിക്കുന്നത് ഇപ്പോൾ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ തൊഴാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാത്ത രീതിയിൽ തൊഴുതുകൂടെ, അതായത് തൊഴണമെങ്കിൽ ഇനിയിപ്പോൾ ബുക്കിംഗ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ടുള്ള ക്യൂ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒന്ന് ജനറൽ ക്യൂ സംവിധാനമാണ്. കൂടുതൽ ഭക്തരും തൊഴുന്നതാണ് ഈ ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ. പിന്നെ ഒന്ന് 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടുള്ള ദർശനമാണ്. അതും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ അധികം ക്യൂ നിൽക്കാതെ ഒട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ ഡയറക്റ്റായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒന്നുള്ളത് സീനിയർ സിറ്റിസൺ ക്യൂ ആണ്. അത് 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ളതാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ ക്യൂ സംവിധാനമാണ്. രാവിലെയുണ്ട് വൈകിട്ടുണ്ട്, അതിലൂടെ തൊഴാനായിട്ട് സാധിക്കും 60 വയസ്സ് കഴിഞ്ഞവർക്ക്. പിന്നെ ഒന്ന് പ്രാദേശികം ക്യൂ ആണ്. അത് പ്രാദേശികരായിട്ടുള്ള ഭക്തർക്ക് തൊഴാനായിട്ടുള്ള സ്പെഷ്യൽ ക്യൂ ആണ്. അതും രാവിലെയുണ്ട് വൈകിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള സംവിധാനമാണ് ഈ വിർച്വൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത്. അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് തൊഴാനായിട്ടുള്ളതാണ് കേട്ടോ. അതല്ലാതെ വരുന്നവരുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ജനറൽ ക്യൂ സംവിധാനം ഉപയോഗിക്കാം. ബാക്കിയുള്ള ഏത് സംവിധാനങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പ്രാദേശികരാണെങ്കിൽ പ്രാദേശികം തൊഴാൻ പറ്റുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞാലേ സീനിയർ സിറ്റിസന്റെ ആ ഒരു ക്യൂ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി 2 സംവിധാനങ്ങളുണ്ടല്ലോ, അതിലൂടെ തൊഴാം. അപ്പോൾ ആ സംശയവും കൂടെ എല്ലാവർക്കും മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വിർച്വൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സക്സസ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മുടെ നിരവധി സബ്സ്ക്രൈബേഴ്സ് തൊഴുതു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സന്തോഷകരമായിട്ടാണ് ഭഗവാനെ ദർശിച്ച് വന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞത്, ഇപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമല്ലോ, ഭക്തരുടെ തന്നെ. അപ്പോൾ ഈ ക്യാൻസലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ അതിലുണ്ടെങ്കിലും കൂടിയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല, എന്നത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് എല്ലാവരും ഇപ്പോൾ ഈ 2 ദിവസങ്ങളിലും ചൊവ്വയും വ്യാഴവും ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത് എല്ലാവരും തൊഴാനായിട്ട് വന്നിട്ടില്ല. കുറച്ച് പേർക്ക് തൊഴാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ മഴ കാരണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വരാൻ പറ്റാതിരുന്നത്. അപ്പോൾ അവർക്ക് ക്യാൻസലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു ഓപ്ഷൻ അത് ശരിയാക്കാനായിട്ട് ദേവസ്വത്തിൻ്റെ അടുത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുമല്ലോ. മറ്റു ഭക്തരെ അതിലൂടെ സഹായിക്കാനായിട്ടും കൂടെ സാധിക്കും. അത്രയും നല്ല ഒരു ഓപ്ഷനാണ് വിർച്വൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ
ഇനി സെപ്റ്റംബറിലെയാണ് ഓപ്പൺ ആവാനുള്ളത്, ഓഗസ്റ്റിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം തന്നെയാണ് വിർച്വൽ ക്യൂ സംവിധാനം. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളൊക്കെ ഒന്ന് കേൾക്കാട്ടോ. ആദ്യമായിട്ട് പ്രദീപ് കുമാർ എന്നുള്ളൊരു ഭക്തൻ, അദ്ദേഹം എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസിന് ചുവടെയായിട്ട് സെയിം കമൻസ് ആണ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് എന്തോ അത് പറയണമെന്ന് തോന്നി. യു ആർ മൈ ഗോഡ് ആൻഡ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത് കേട്ടോ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ തൊഴിൽ നല്ല വേഗത്തിൽ നീങ്ങുവാൻ വേണ്ടി നിന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. എൻ്റെ തൊഴിലുടമയുടെ വഴക്ക് കേൾക്കുവാൻ ഇടയാകാതെ നീ എപ്പോഴും കാത്തുകൊള്ളണമേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലിന് വേണ്ടിയിട്ട്, അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പേര് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അവരുടെ തൊഴിലിടം എന്ന് പറയുന്നത്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവരാകട്ടെ, ആ വർക്ക് പ്രഷർ എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് അല്ലേ, അതിലെല്ലാതും അടങ്ങിയിരിക്കുക. ചിലർ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയും, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ജോലി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ്. അത് നല്ല രീതിയിൽ ചെയ്താലാണ് നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട്, നമുക്ക് സാലറി അല്ലെങ്കിൽ ശമ്പളമായിട്ട് ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ തൊഴിൽ നന്നാകാനായിട്ട്, തൊഴിലിന് വേണ്ടിയിട്ട് എത്രയോ പേര് ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ അടുത്ത് പറയുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഒരു തൊഴിൽ ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിലും ഈ പറയുന്ന വർക്ക് പ്രഷർ കൊണ്ട്, ഈ തൊഴിലിടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിർബന്ധിതരാകുകയാണ് ചിലർ ആ ജോലി ഉപേക്ഷിക്കാനായിട്ട്. അപ്പോൾ തൊഴിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് സമാധാനപരമായിട്ട് ആ ഒരു കാര്യം, ആ ഒരു കർത്തവ്യം കൂടിയാണ്, നമ്മുടെ ഒരു കടമയും കൂടി, ഉത്തരവാദിത്തമാണ്, കടമ നല്ല ഉത്തരവാദിത്തമാണ് വൃത്തിയായിട്ട് തൊഴിൽ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ തൊഴിലിടങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ അടുത്ത് പറയാം, അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഞാൻ മുൻപ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അതിലെന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാം. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും, അതായത് എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവാന് സമർപ്പിക്കാം. ഭഗവാനെ ഞാനിതാ ഇത് ചെയ്തിട്ടുണ്ട്, ഇനി നീ നോക്കിക്കോളൂ. അതാണ്. അങ്ങനെ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം കേട്ടോ, അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും ഭഗവാനോട് പറയുക എന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനായിട്ടായിരിക്കുന്നേ. നിങ്ങൾ എന്താ എൻ്റെ അടുത്തൊന്നും പറയാത്തതെന്ന് ഭഗവാൻ ചോദിക്കുക. അപ്പോൾ പറയാത്തതിൻ്റെ ബുദ്ധിമുട്ടേ ഭഗവാനുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഗുരുവായൂരപ്പൻ്റെ ഉത്തരവാദിത്തം, അത് ഏറ്റവും ഭംഗിയാക്കിയിട്ട് നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ മാനസികമായിട്ടുള്ള പ്രഷറായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. എന്ത് പ്രഷർ വരുന്നുണ്ടെങ്കിലും, എന്ത് അസ്വസ്ഥതകൾ വരുന്നുണ്ടെങ്കിലും അപ്പോൾ ഭഗവാനെ വിളിക്കുക. നാരായണ നാമം ജപിക്കുക. 2 നാമം ജപിച്ചാൽ മതി. ഒരു നാമം നാരായണ എന്ന് മുഴുവൻ ജപിക്കുമ്പോഴേക്കും ഭഗവാൻ അത് കേൾക്കും. അപ്പം അത്രയും ശക്തിയുണ്ട്. ആ വിശ്വാസമാണ് വേണ്ടത്. ചിലർ വിളിക്കും, അയ്യോ ഞാൻ കുറേ വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഒറ്റ തവണ നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ അത് അത്രയും സമർപ്പണത്തോടു കൂടി വേണം വിളിക്കാനായിട്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കുക. പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെറിയ നോട്ട്സ് ഒക്കെ കയ്യിൽ പിടിക്കുന്ന സമയത്തെ അത് ഉപകാരപ്പെടും. അപ്പോൾ നോട്ട്സ് എഴുതി വെക്കാന്ന് മാത്രമല്ല കേട്ടോ, അതിൽ കുറച്ച് തവണ നാരായണ നാരായണ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ റിലാക്സ് ആവുന്നത് നമുക്ക് കാണാം. കാരണം ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഒന്നും കൂടെ ഭഗവാൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നതാണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാനിൽ സമർപ്പിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിനെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, എന്ത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് മുഴുവനായിട്ട് ഭഗവാനിൽ സമർപ്പിക്കുക. ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാൻ ചെയ്ത് കാണിച്ചത് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ഇപ്പോൾ തൊഴിലുടമയുടെ വഴക്ക് കേൾക്കരുതെന്ന് പറഞ്ഞു. അവരും അവരുടേതായിട്ടുള്ള, അപ്പോൾ ഓരോരുത്തരും ഒരു തൊഴിലെടുത്തെന്ന് പറഞ്ഞാൽ പലരും പല പോസ്റ്റിലൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രഷർ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഇവരുടെ അടുത്ത് തീർക്കുന്നതായിരിക്കാം. അപ്പം മുൻപ് വഴക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കേൾക്കുന്ന നിരവധി പേരുണ്ട്. അപ്പൊ അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് വഴക്ക് പറയാൻ തോന്നില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് തോന്നും. അപ്പൊ അത്രയേ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ, ഇപ്പൊ തൊഴിലിടങ്ങളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒരു കമന്റ് വന്നത് കൊണ്ടാണ് അതിനെ പറ്റി പറഞ്ഞത്. എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും, യാത്ര പോകുമ്പോഴാണെങ്കിലും, എന്താണോ പ്രവൃത്തി അത് ഭഗവാനിൽ സമർപ്പിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തത് ഹരിത അജിത്ത് എന്നൊരു ഭക്ത ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കിളി കൂട് കെട്ടി മുട്ടയിടുന്നത് നല്ലതാണോന്ന്. ഇത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചെമ്പോത്തൊക്കെ വീട്ടിലേക്ക് പൂജാമുറിയുടെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ത ചോദിച്ചതിൻ്റെ മറുപടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ചൂടായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം പറയാം.
ഒരു പക്ഷി ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ മുട്ടയിടുന്നവരുണ്ട് കേട്ടോ. ഈ എയർ ഹോളൊക്കെ ഉണ്ടായിരിക്കില്ല, അവിടെയൊക്കെ കൂട് കൂട്ടുന്നവരുണ്ട്. അത് കൂടാതെ ഇപ്പൊ വീട്ടുവളപ്പിലുള്ള മരത്തിന്റെ കൊമ്പത്ത് കൂട് കൂട്ടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ കൂട് കൂട്ടാനായിട്ട് ഒരു സ്ഥലം അവര് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുകയാണ്, അവർ കുറച്ചു നേരം നോക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവരുടെ സുരക്ഷിതത്വമല്ലേ എപ്പോഴും നോക്കുക. അതേപോലെ തന്നെ ഒരു കിളി കൂട് കൂട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണെന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പം നമുക്കാണ് അറിയാത്തത്. ഇപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളുണ്ട്. ആ ഒരു റേഞ്ചിലുള്ളത് മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ. അതിനേക്കാൾ കൂടിയതും കുറഞ്ഞതും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കേൾക്കാനായിട്ട് സാധിക്കുന്ന അനേകം പക്ഷികള്, മൃഗങ്ങള്, ജീവിവർഗങ്ങളൊക്കെ ഇല്ലേ, അവർക്ക് കേൾക്കാം, നമുക്കറിയില്ല. അപ്പൊ നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരാണ് ഈ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും. അപ്പൊ അവരങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് കുഞ്ഞറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ അത് ദോഷമൊന്നുമില്ല, പക്ഷികളൊക്കെ കൂട് കൂട്ടുന്നത് വളരെ നല്ലതാ. അവർക്ക് വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക, എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരതിനെല്ലാം പ്രാപ്തരാണ്. അവർ ചെറുപ്പം മുതലേ അവരുടെ കുഞ്ഞുങ്ങളെയാണെങ്കിലും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, കൂട് കൂട്ടാനാണെങ്കിലും ഭക്ഷണം കൊണ്ടുവരാനാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് പക്ഷികൾ ചെയ്യുന്നുണ്ട്, മനുഷ്യരാണ് ചെയ്യാത്തത്. അപ്പൊ അവരതിനെല്ലാം പ്രാപ്തരാണ്. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുളിയുറുമ്പുകൾ ഉണ്ടല്ലോ, ഓറഞ്ച് കളറുള്ള പുളിയുറുമ്പ്, അത് പണ്ടൊക്കെ എൻ്റെ വീട്ടിലെ മാവുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാവിൻ്റെ മുകളിലുണ്ടായിരിക്കും ഈ പുളിയുറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഈ മാവിൻ്റെ എല്ലാം ഇങ്ങനെ പല രീതിയിൽ മടക്കിയിട്ട് ഒരു കൂട് പോലെ ആക്കിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഈ പുളിയുറുമ്പുകളൊക്കെ വസിക്കുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം എന്ന് പറയുന്നത് നല്ല ആവാസ വ്യവസ്ഥയുള്ള സ്ഥലം എന്നാ പറയാ. നല്ല അന്തരീക്ഷമായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്ത്. അത്രയും നല്ല സ്ഥലത്തെ അവർ കൂട് കൂട്ടുള്ളൂ. അതാണ് ഇങ്ങനെ ഈ ജീവിവർഗങ്ങളുടെ ഒക്കെ പ്രത്യേകത. ഇപ്പൊ പൂച്ചയൊക്കെ കയറി വരുമ്പോൾ, പൂച്ചേനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല, ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്തെ പൂച്ച ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അവര് കയറി വരുന്നത് കൊണ്ട് അതാണ് ഐശ്വര്യം വരിക എന്നൊക്കെ നമ്മൾ പറയണത്. പൂച്ചയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ, പൂച്ചയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാല്, കാരണം അത്ര നല്ല സ്ഥലത്തേക്ക് അവർ വരുള്ളൂ. അപ്പൊ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങൾ കണ്ടെത്തിയിട്ടേ ഈ പക്ഷികളാണെങ്കിലും അങ്ങനെ ഈ ഉറുമ്പുകളാണെങ്കിലും ഒക്കെ അവരുടെ കൂട് ഒരുക്കുള്ളൂ. അതുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയായിരിക്കും പക്ഷികൾ കൂടുകൂട്ടുന്നത്, മുട്ടയിടുന്നത്. അടുത്ത ഒരു കമന്റ് ഗെയിമിംഗ് വിത്ത് എംപയർ എന്നുള്ള ഐഡിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ മോളെ, ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് അറിയില്ല. വാതരോഗം, ദാരിദ്ര്യ ദുഃഖം, 26 വർഷം വാടക വീട്ടിൽ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ വന്ന് 18 പ്രദക്ഷിണം വെച്ചു. ഭഗവാൻ കാണൂലേ എന്നെയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയോ സങ്കടപ്പെട്ടിട്ടുള്ള കമന്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഒരു വാടക വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതൊക്കെ വലിയ ദുഃഖമാണ്. ഇത്രയും വർഷങ്ങൾ വാടക വീട്ടിലൊക്കെ താമസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖം, അസുഖങ്ങള്, ഇതൊക്കെ എല്ലാം കൊണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണല്ലേ. പിന്നെ ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഭഗവാൻ കാണും. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ വരുന്നു എന്നതാണ് നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. പ്രത്യേകിച്ച് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഒരു അസുഖം വന്ന് അതിനെ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ പണമില്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വീട് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇതിലെ ദാരിദ്ര്യ ദുഃഖവും ഈ അസുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും മാറിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ മുജന്മ ദുരിതങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഈ മുജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നവരാ. അപ്പൊ ആ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ കൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ എന്തായാലും ഭഗവാനെ വിളിക്കുന്നവരാ. അപ്പോൾ ഈ ജന്മത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുജന്മത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ ഒരു പാപങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരിക. പ്രത്യേകിച്ച് ദാരിദ്ര്യ ദുഃഖം, അതേപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ മുജന്മ ദുരിതങ്ങളാണെന്നാ പറയാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നൊരു മുക്തി ലഭിക്കുള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് ഭഗവാനെ വിളിക്കുക. ആ പാപങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്ന ക്രമേണ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഈ ജ്യോത്സ്യന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ പിന്നെ കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രതിവിധി എന്താണെന്ന് ചെയ്യുക. കൃത്യമായിട്ട് പറഞ്ഞു തരുന്നവർ വേണം കേട്ടോ. പലരും പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ അബദ്ധവശാൽ തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതല്ലാതെ കൃത്യമായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ അവരടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാരണങ്ങൾ കണ്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തിനും പരിഹാരമുണ്ട്.
അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പൊതുവേ ഇതിനുള്ള മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, പിന്നെ അതിൻ്റെ കാരണങ്ങൾ അത് കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിക്കുക. ഇത് 2ആണ് പറയാനായിട്ടുള്ളത് കേട്ടോ. എന്തായാലും എല്ലാ ബുദ്ധിമുട്ടുകളും എത്രയും പെട്ടെന്ന് ഭഗവാൻ മാറ്റിത്തരട്ടെ. അതിനുള്ള നല്ല അനുഭവങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഈ ഭക്തിക്ക് മാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. പലയിടത്തും അവധിയൊക്കെയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും ഇന്ന് അവധിയാണ് കേട്ടോ, സ്കൂളുകളൊക്കെ അവധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുക, നന്നായി ശ്രദ്ധിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. അപകടങ്ങളൊന്നും കൂടാതെ ഈ ഒരു മഴക്കാലം അങ്ങോട്ട് മാറാനായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും ഭഗവാൻ പ്രാർത്ഥന കേൾക്കൂട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.